വിവാഹേതര ബന്ധങ്ങൾ പല ദാമ്പത്യ ജീവിതങ്ങളും തകർത്തിട്ടുണ്ട്. എന്നാൽ ഇത്തരം സൗഹൃദങ്ങൾ രണ്ട് വ്യക്തികളെ മാത്രമായിരിക്കില്ല ബാധിക്കുക, രണ്ട് കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ഒടുവിൽ ആത്മഹത്യയും കൊലപാതകവും വരെ സംഭവിക്കാം. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ യുവാവിനെ കൊലപ്പെടുത്തിയതിന് പിന്നിലും വഴിവിട്ട സൗഹൃദമാണ്. കൊഴിഞ്ഞാമ്പാറ സ്വദേശി സന്തോഷിനെ ചൊവ്വാഴ്ച രാത്രിയാണ് വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കേസിൽ അയൽവാസിയായ ആറുച്ചാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ ഭാര്യയും സന്തോഷുമായുള്ള സൗഹൃദം ചോദ്യം ചെയ്ത് മർദ്ദിച്ചതാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന 42-കാരനായ സന്തോഷിനെ ചൊവ്വാഴ്ച രാത്രി 10ഓടെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന അവിവാഹിതനായ സന്തോഷിന് വിവാഹിതയായ യുവതിയുമായി സൗഹൃദമുണ്ടായിരുന്നു. രാത്രി യുവതിയാണ് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിച്ചത്. ഭർത്താവ് സന്തോഷിനെ മർദ്ദിച്ചെന്ന് പറഞ്ഞെന്നും ചെന്നു നോക്കിയപ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടെന്നുമാണ് യുവതി പോലീസിനെ അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് സന്തോഷിനെ വീടിനകത്ത് തറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഡോക്ടർ സ്ഥലത്തെത്തി മരണം സ്ഥിരീകരിച്ചു. നെറ്റിയിൽ മർദ്ദനമേറ്റതിന്റെ പാടുണ്ട്. TV കണക്ട് ചെയ്യുന്ന കേബിളും മൃതദേഹത്തിന് സമീപത്തായി കണ്ടെത്തി. യുവതിയുടെ ഭർത്താവ് മുങ്കിൽമട സ്വദേശി ആറുച്ചാമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ചിറ്റൂർ DYSP BA കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്.